നമസ്കാരം. ഇടതുപക്ഷ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും യുവജന ക്ഷേമ ബോർഡ് മുൻ അധ്യക്ഷയുമായിരുന്ന ചിന്താ ജെറോമിനെ സംസ്ഥാന പ്രസിഡന്റാക്കാനും കല്യാശ്ശേരി MLAയും SFI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ M വിജിനെ സംസ്ഥാന സെക്രട്ടറിയാക്കാനും CPM നേതൃയോഗം തത്വത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ തീരുമാനത്തെ കേവലം ഒരു നേതൃമാറ്റമായി കാണാൻ കഴിയില്ല. ഇതിനെ ദുരന്തമെന്ന് വിശേഷിപ്പിച്ചാൽ അത് തികച്ചും ചെറുതായി പോകും. സത്യത്തിൽ വിനാശകാല വിപരീത ബുദ്ധി എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കേണ്ടത്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ വലിയ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരിച്ചടിയേകിക്കൊണ്ടാണ് MV ഗോവിന്ദന്റെ ഈ ഒരു കരുനീക്കം. തലസ്ഥാന നഗരിയുടെ മേയർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതിന് പിന്നാലെ ഡിവൈഎഫ്ഐയുടെ നേതൃനിരയിലേക്ക് വരാൻ ആര്യ രാജേന്ദ്രനും അവരെ പിന്തുണയ്ക്കുന്ന ചില മുതിർന്ന നേതാക്കളും വലിയ നീക്കങ്ങളായിരുന്നു നടത്തിയത്. യുവമുഖം എന്ന പ്രതിച്ഛായ മുൻനിർത്തി ആര്യയെ പ്രസിഡന്റാക്കാൻ ശ്രമിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലെ സീനിയോറിറ്റിയും പ്രവർത്തന പരിചയക്കുറവും ചൂണ്ടിക്കാട്ടിയാണ് MV ഗോവിന്ദൻ ആ നീക്കം വെട്ടിനിരത്തിയത്. അങ്ങനെ ആര്യയെ വെട്ടി ചിന്താ ജെറോമിനെ പ്രതിഷ്ഠിച്ചപ്പോൾ CPMലെ ഒരു വിഭാഗം ആശ്വാസം കൊണ്ടെങ്കിലും ചിന്തയുടെ കടന്നുവരവ് പ്രസ്ഥാനത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. പഴയ യുവജനക്ഷേമ ബോർഡ് കാലത്തെ വാഴക്കുല റിസർച്ച് വിവാദങ്ങളും ഗവേഷണ പ്രബന്ധത്തിലെ തെറ്റുകളും ശമ്പള കുടിശ്ശിക വാങ്ങിയതും ഒക്കെ കാരണം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോളുകൾ വാങ്ങിക്കൂട്ടിയ നേതാവാണ് ചിന്താ ജെറോം. അങ്ങനെ ഒരാളെ ഡിവൈഎഫ്ഐയുടെ അമരത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത്? തെരുവിൽ ഡിവൈഎഫ്ഐയെ കൂടുതൽ ആക്രമണകാരിയാക്കാനും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാനും ചിന്താ ജെറോമിന് സാധിക്കുമെന്ന് കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ വലിയൊരു തകർച്ചയുടെ ലക്ഷണമാണ്. ജനങ്ങൾക്കിടയിൽ തികച്ചും ഹാസ്യാത്മകമായ ഇമേജ് ഉള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏൽപ്പിക്കുന്നത് അണികൾക്ക് തന്നെ വലിയ അമർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് M വിജിൻ എത്തുന്നത് സംഘടനാ മികവും 38 വയസ്സെന്ന പുതിയ പ്രായപരിധി നിബന്ധനയും മുൻനിർത്തിയാണ്. എന്നാൽ ഈ പ്രായപരിധി നിബന്ധന പാർട്ടിക്കുള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. 38 വയസ്സ് പൂർത്തിയായ മുതിർന്ന ഭാരവാഹികളെ മുഴുവൻ ഒറ്റയ്ക്കടിക്ക് ഒഴിവാക്കി പുതിയ നിരയെ കൊണ്ടുവരാനുള്ള MV ഗോവിന്ദന്റെ കടുത്ത തീരുമാനം ഏകപക്ഷീയമാണെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരുന്നത്. ദീർഘകാലം സംഘടനയ്ക്കായി പണിയെടുത്ത പരിചയസമ്പന്നരായ പല യുവ നേതാക്കളുടെയും പ്രതീക്ഷകളാണ് ഒറ്റ രാത്രി കൊണ്ട് അസ്തമിച്ചത്. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെങ്കിലും പാർട്ടിക്കുള്ളിലെ പുകച്ചിൽ അവിടെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഒരു വശത്ത് ആര്യ രാജേന്ദ്രനെ പിന്തുണച്ചിരുന്ന നേതാക്കളുടെ അമർഷം, മറുഭാഗത്ത് പ്രായപരിധി കാരണം പുറത്തായവരുടെ രോഷം. ഇതിനെല്ലാം ഉപരി ജനങ്ങൾക്കിടയിൽ ട്രോൾ മെറ്റീരിയലായ ചിന്താ ജെറോമിന്റെ നേതൃത്വം. ഡിവൈഎഫ്ഐയെ കൂടുതൽ ശക്തിപ്പെടുത്താനെന്ന് പറഞ്ഞ് CPM സ്വീകരിച്ചിരിക്കുന്ന ഈ വിനാശകരമായ തീരുമാനം പാർട്ടിയെ കൂടുതൽ നാശത്തിലേക്കാണ് നയിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ്.